ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല രുചിയുള്ളൊരു പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ? എരിവും മധുരവും പുളിയും എല്ലാം ഉള്ളൊരു പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം. നമുക്ക് എന്തൊക്കെ വേണമെന്ന്. 250 ഗ്രാം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 2-3 പച്ചമുളക്, ആവശ്യത്തിന് പുളി, 2-3 കഷ്ണം ശർക്കര. ഇനി നമുക്ക് തുടങ്ങിയാലോ? വായോ. സ്റ്റൗ ഒന്ന് കത്തിച്ചു. മൺചട്ടിയാണ് വെച്ചത്. മൺചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. ചട്ടി ചൂടായി, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് എണ്ണ നന്നായി ചൂടായി വരുമ്പം 1/2 സ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വന്നാൽ അതിലോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ്. 3 പച്ചമുളക്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 2-3 ഉണക്കമുളക് മുറിച്ച് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക്, ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലോട്ട് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചി ഒന്ന് മുരിഞ്ഞ് വരാനൊരു കുറച്ച് സമയമെടുക്കും. ഏകദേശം നിറമൊക്കെ മാറി വന്ന് ഇഞ്ചി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി നിറത്തിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മതി. ഞാൻ 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പുളി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. മധുരം അനുസരിച്ച് ഒഴിക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മധുരം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞങ്ങൾക്കിവിടെ മധുരം ഇച്ചിരി കൂടുതൽ വേണ്ടവരാണ്, അതുകൊണ്ട് മൊത്തം ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് നേരമായിട്ടുള്ളൂ ഞാൻ വെച്ചിട്ട്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 കൂട്ടം കൂടി ചേർക്കാനുണ്ട്. ഒരു 1/4 സ്പൂണ് കായപ്പൊടിയും നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും അതും ഒരു 1/4 സ്പൂണ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നോക്കിയാൽ നമ്മുടെ പുളിയിഞ്ചി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി. നല്ല രുചിയായി. ഇനി നിങ്ങൾ നമ്മുടെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ